ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു ടിപ്പ് വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യുന്നതാണല്ലോ. കുക്കർ കുറേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തും ബാക്ക് സൈഡിലും ഒക്കെ ഇങ്ങനെ കുറേ ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് നമുക്കതൊരു പഴകിയ പോലെ തോന്നിക്കും. ചില കുക്കർ നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് വരിക. പക്ഷേ ചില കുക്കർ പെട്ടെന്ന് ഒരു 5-6 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു പഴകിയ പോലെ തോന്നിക്കും. അപ്പോൾ അതെല്ലാം പോയി പുതിയ കുക്കർ പോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 2 സ്പൂണ് ബേക്കിംഗ് സോഡ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ നീര്, ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് കൂടി ഒഴിക്കണം. ഇനി ഒരു കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഇത്ര ഒരു ഭാഗത്താണ് അങ്ങനെ കളർ വന്നിട്ടുള്ളൂ. ഇനി കുക്കർ മുഴുവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം അളവ് കൂടി കുറച്ചുകൂടി കൂട്ടണം. ഇനി നമുക്കിത് ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായി ഇത് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനൊന്നും ആരും മറക്കരുതേ. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇതാ അവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് അവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ബേസിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ വെള്ളം നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയൊരു ചൂടാണ് കേട്ടുള്ളൂ. ഇനി കുക്കറിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിന് ലേശം എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ആദ്യം കുക്കർ നന്നായി ഉരക്കുകയാണ് ചെയ്യുന്നത്. ഉരച്ച് കഴിഞ്ഞപ്പോൾ അത് ആദ്യം തന്നെ ഉരച്ചതിൽ കുറച്ചൊക്കെ ചളി പോന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പാത്രം കഴുകുന്ന ആ ലിക്വിഡ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഈ കുക്കർ നമുക്ക് ഈ പേസ്റ്റ് കൊണ്ട് ഈ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഉരക്കുക. അതിൻ്റെ ബാക്ക് സൈഡും ഉൾഭാഗത്തും ഒക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ഇതാ ബാക്കിലത്തെയും ആ ബ്രൗൺ കളറും ബ്ലാക്ക് കളറും ഒക്കെ ഇതാ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ പഴകിയെന്ന് വെച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് പുതിയ കുക്കർ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നല്ല കളറും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇതിൻ്റെ മൂടിയോ വാഷറോ ഒക്കെ നമുക്ക് ഈ പേസ്റ്റ് വെച്ചിട്ട് കഴുകുക. പക്ഷേ അതിലൊന്നും എനിക്ക് അത്ര ചളിയുള്ള പോലെ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കഴുകിയിട്ടില്ല. കുക്കർ മാത്രമേ കഴുകിയിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.